ഹരേ കൃഷ്ണ. ശ്രീ മഹാഭാഗവതം കുറച്ച് പാരായണം ചെയ്ത് നമുക്ക് പഠിക്കാം. ഞാൻ വലിയ ഭാഗവത ആചാര്യയൊന്നുമല്ല. പിന്നെ ഈ ഗ്രന്ഥത്തിലെ അക്ഷരങ്ങൾ ഒരുവിധം അക്ഷരശുദ്ധിയോട് പാരായണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് പഠിക്കാൻ, അതായത് പാരായണം ചെയ്യുവാൻ ആഗ്രഹമുള്ള എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എനിക്ക് വലിയ രാഗമോ താളമോ ഒന്നും അറിയില്ല. എങ്കിലും എന്നിൽ അറിയുന്നത് പോലെ ഞാൻ പാരായണം ചെയ്യുന്നതാണ്. അത് കേട്ട് ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ പാരായണം ചെയ്ത് പഠിക്കുക. കാരണം അടുത്ത തലമുറയിൽ ഇത് കൈകാര്യം ചെയ്യാനൊന്നും ചിലപ്പോൾ അങ്ങനെ ആളുകൾ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഒരുവിധം ഒക്കെ പ്രായമായ കുഞ്ഞുങ്ങൾ ഇത് പാരായണം ചെയ്ത് പഠിച്ചാൽ അടുത്ത തലമുറയിൽ നമുക്ക് ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഈ കലിയുഗത്തിൽ സംസാര സാഗരത്തിൽപ്പെട്ടുടലുന്ന മാനവരാശിക്ക് മോക്ഷത്തിൻ്റെ സഹായഹസ്തമാണ് 18 പുരാണങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ഭാഗവത പുരാണം. സകലവിധ ദുഃഖ ദുരിത ശാന്തിക്കുമുള്ള ദിവ്യ ഔഷധമായ ഭാഗവത പുരാണം ഭഗവാൻ നാരായണൻ തന്നെയാണ് പ്രളയകാലത്ത് ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തത്. ബ്രഹ്മാവ് പുത്രനായ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു. നാരദ മഹർഷിയിൽ നിന്നും വ്യാസ മഹർഷിക്ക് ലഭിച്ചു. അദ്ദേഹം പുത്രനായ ശുക മഹർഷിക്ക് പകർന്നു കൊടുത്തു. ശുക മഹർഷി തക്ഷക ദംശനത്താലുള്ള മരണഭീതിയിൽ കഴിയുന്ന പരീക്ഷിത്ത് മഹാരാജാവിന് പവിത്രമായ ഗംഗാ നദീതീരത്ത് നടന്ന ഭാഗവത സത്രത്തിൽ വെച്ചു ശ്രീ മഹാഭാഗവതം ഉപദേശിച്ചു. അങ്ങനെ ഭാഗവത പുരാണം മാനവരാശിയിലേക്ക് പകർന്നു കൊടുക്കപ്പെട്ടു. അതായത് നമ്മുടെ മനുഷ്യരിലേക്ക് ഇത് പകർന്നു തന്നു. അങ്ങനെ നമ്മൾ പാരായണം ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം അകറ്റി ഭഗവാൻ നമ്മുടെ മനസ്സിന്, ശരീരത്തിന്, അതായത് നമ്മുടെ നാഡീഞരമ്പുകൾക്ക് എല്ലാത്തിനും നമ്മൾക്ക് സംശുദ്ധി, നല്ല ശുദ്ധിയേകുന്നതാണ് ഈ ഭാഗവത ഗ്രന്ഥം. അത് നമ്മൾ പാരായണം ചെയ്താൽ ഇതിൻ്റെ പ്രാധാന്യം എന്തുവാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളിൽ 335 അധ്യായങ്ങളിലായി 18,000 ശ്ലോകങ്ങളാണുള്ളത്. ഭാഗവതത്തെ ഭഗവാന്റെ പൂർണ്ണ രൂപമായും സ്കന്ധങ്ങളെ അവയവങ്ങളുമായാണ് ഗണിക്കപ്പെട്ടത്. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത് ഞാൻ